കടലാസ് എടുത്തുകൊണ്ട് വന്ന് അതൊന്ന് നന്നായി തുടച്ച് വൃത്തിയാക്കി ചുംബിച്ച് ബഹുമാനിച്ച് അത്തർ പുരട്ടിയതിനാൽ ബഹുമാനപ്പെട്ട അൽ മുഹാസിബി റളിയല്ലാഹു അൻഹുവിന് വലിയ സ്ഥാനം അല്ലാഹു തആല കൊടുത്തു എന്ന് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് വളരെയേറെ ബഹുമാനം അല്ലാഹുവിന്റെ ദീൻ എഴുതിയ കടലാസുകൾക്ക്, അതുപോലെ അല്ലാഹുവിന്റെ ഖുർആനിന്, ഖുർആൻ എഴുതിയ കടലാസുകൾക്ക് ഒക്കെ നമ്മൾ കൽപ്പിക്കേണ്ടതുണ്ട്. അല്ലാഹുവിനെ സ്നേഹിക്കുമ്പോൾ അങ്ങനെ, അല്ലാഹുവിനെ സ്നേഹിക്കുമ്പോൾ അല്ലാഹുമായി ബന്ധപ്പെട്ട മുഴുവൻ വിഷയത്തെയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും വേണം. അല്ലാഹുവിന്റെ അമ്പിയാക്കളെ ബഹുമാനിക്കണം, അല്ലാഹുവിന്റെ ഔലിയാക്കളെ ബഹുമാനിക്കണം, അവർ കിടക്കുന്ന സ്ഥലത്തെ ബഹുമാനിക്കണം. അതാ ജാറത്തിന്റെ ബഹുമാനം. അവർ കിടക്കുന്ന സ്ഥലത്തെ ബഹുമാനിക്കണം, അല്ലാഹുവിന്റെ ദീനിന്റെ ഇൽമിനെ ബഹുമാനിക്കണം. അങ്ങനെ എല്ലാ വിഷയങ്ങളെയും ബഹുമാനിക്കണം. അതാണ് അല്ലാഹുവിനോടുള്ള ശരിയായ സ്നേഹം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഓ ജനങ്ങളെ, വയുഹിബ്ബുക്കും ഇലാ ഇബാദിഹി, നിങ്ങൾ അല്ലാഹുവിന്റെ ഖുർആനിനെ ആദരിക്കുമ്പോൾ അതാ നിങ്ങളെ അല്ലാഹു തആല മനുഷ്യന്മാർക്ക് സ്നേഹമുള്ളവരാക്കി മാറ്റും. അല്ലാഹുവിന്റെ അടിമകൾ നിങ്ങളെ സ്നേഹിക്കണമെങ്കിൽ, പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളെ, മുഅല്ലിം സുഹൃത്തുക്കളെ, നിങ്ങളെ ജനങ്ങൾ സ്നേഹിക്കും. ആ സ്നേഹം കിട്ടണമെങ്കിൽ അല്ലാഹുവിന്റെ ഖുർആനിനെ ബഹുമാനിക്കണം. ഇൽമെഴുതിയ കടലാസിനെയും കിതാബിനെയും ഇൽമുള്ളവരെയും ബഹുമാനിക്കണം. അപ്പോൾ അല്ലാഹുവിന്റെ അടിമകളിലേക്ക് അല്ലാഹു തആല നിങ്ങൾക്ക് സ്നേഹം തരും. വയദ്ഫഉ അൻ മുസ്തമിഇൽ ഖുർആനി ബൽവദ്ദുനിയാ, ഖുർആൻ ശ്രദ്ധിച്ച് കേൾക്കുന്നവർ, ഖുർആൻ കേൾക്കുന്നത് തന്നെ വലിയ റഹ്മത്താണ്. ഖുർആനിൽ തന്നെ അല്ലാഹു പറഞ്ഞില്ലേ, ഇദാ ഖുരിഅൽ ഖുർആനു ഫസ്തമിഉ ലഹു വഅൻസിതു ലഅല്ലകും തുർഹമൂൻ. ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം, മിണ്ടാതിരിക്കണം. നിങ്ങൾക്ക് അല്ലാഹുവിന്റെ അനുഗ്രഹം ലഭിക്കും. അതുകൊണ്ടാണ് മരിച്ച വീട്ടിൽ മരിച്ച മയ്യിത്തിന്റെ അടുത്ത് ഖുർആൻ ഓതും, ഖബറിന്റെ അടുക്കൽ ഖുർആൻ ഓതും. കാരണം അള്ളാഹിന്റെ റഹ്മത്ത് ആ സമയത്ത് ഇങ്ങനെ വർഷിക്കും. ഖുർആൻ ഓതുന്ന സ്ഥലത്ത് അള്ളാഹിന്റെ റഹ്മത്ത് വർഷിക്കും. പിന്നെ വേണ്ടാന്ന് പറഞ്ഞ് പുത്തനാശയക്കാര്, മുബത്തദീങ്ങൾ, പുതിയ വാദക്കാർ, ഇവിടെ എന്താ അവർക്ക് പറയാൻ എനിക്കറിയില്ല. പുത്തനാശയക്കാര് ഖുർആൻ ഓതണ്ട, കാരണം അള്ളാഹിന്റെ റഹ്മത്ത് ഇറങ്ങിക്കൂടാന്നുള്ളതാണ് അവർക്ക്. ശൈത്താൻ ഇങ്ങനെ വരണം, മരിച്ചിടത്തിലും വരണം ശൈത്താൻ, അവരടുത്തും വരണം ശൈത്താൻ, എല്ലാടെയും ശൈത്താൻ വരണം. നേരെ പറ്റ അള്ളാഹിന്റെ റഹ്മത്ത് ഇറങ്ങാൻ പറ്റൂല. മരിച്ച മയ്യിത്തിന്റെ ഒരിക്കൽ റഹ്മത്ത് ഇറങ്ങണോ? പരിശുദ്ധ ഖുർആൻ ഓതുന്ന സ്ഥലത്ത്, ശ്രദ്ധിച്ച് കേൾക്കുന്ന സ്ഥലത്ത് അല്ലാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങുമെന്ന് ഖുർആൻ തന്നെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഖുർആൻ മറ്റുള്ള സംസാരങ്ങൾക്ക് വേണ്ടി നിർത്തിവെക്കണം എന്നല്ല, മറ്റുള്ള സംസാരങ്ങൾ ഖുർആൻ ഓതുമ്പോൾ നിർത്തിവെക്കണം. ചിലരുടെയൊക്കെ ടെലിഫോണിന്റെ ട്യൂണ്, ചിലരുടെ ടെലിഫോണിന്റെ ട്യൂണ് എന്താണ്? ഖുർആൻ ഓത്താണ്. അത് ഖുർആനെ ബഹുമാനിച്ച് സ്നേഹിച്ച് തന്നെ ചെയ്തത്, പക്ഷെ ശരിയായില്ല. കാരണം നമ്മളെ വിളിക്കാൻ ഉപയോഗിക്കേണ്ട സാധന ഖുർആൻ. നമ്മളെ വിളിക്കാൻ വേണ്ടി ഉപയോഗിക്കേണ്ട ഒരു ഉപകരണമാണോ ഖുർആൻ? എന്ന് മാത്രല്ല, അള്ളാഹ് ഖുർആനിൽ പറഞ്ഞ എന്താണ്? സംസാരം നിർത്തണം ഖുർആൻ ഓതുമ്പോൾ. നമ്മൾ ഖുർആൻ നിർത്തിയിട്ടാ മറ്റവനോട് സംസാരിക്കാം, ഹലോ അല്ലേ? അപ്പൊ അത് അദബ് കേടായി. അതുകൊണ്ട് നമ്മുടെ ടെലിഫോണിന്റെ ട്യൂണ് ഖുർആനാക്കി വെക്കുന്നത് ഗുണകരം അല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഖുർആനെ സ്നേഹിച്ചിട്ടായിരിക്കും ചെയ്യുന്ന ആളുകൾ ചെയ്തതുകൊണ്ട് അള്ളാഹ് ശിക്ഷിക്കൊന്നുമില്ല, എന്നെ സ്നേഹിച്ചിട്ടായതുകൊണ്ട്. പക്ഷേ അത് ശരിയല്ല, അതിൽ അദബ് കേടും. ചിലരെ ടെലിഫോണിന്റെ ട്യൂണ് കുനൂത്ത. സുബ്ഹാനല്ലാഹ്, സുബ്ഹിന്റെ കുനൂത്ത്. ജുമാ നിസ്കരിച്ചോണ്ടിരിക്കും ആ ടെലിഫോൺ അടിച്ചത്. അസ്സലാത്തു ഖൈറും മിനൻ നൗം. ജുമാ നിസ്കാരത്തില് കുനൂത്ത് എന്ന് പറഞ്ഞ അള്ളാഹിനോടുള്ള ദുആയ. അത് നമുക്ക് വേറൊരുത്തനെ വിളിക്കാനുള്ളതല്ല, അള്ളാഹിനോടുള്ള ദുആ. അത് ആദരവോടെ കൊണ്ടാടേണ്ടതാണ്. അത് നമുക്ക് ടെലിഫോണിന്റെ ട്യൂണാക്കാനുള്ള വസ്തുവല്ല. ഓരോന്നിനും ഓരോ അദബുകൾ പാലിക്കണം.
ഓരോന്നിനും അതിൻ്റെതായ അദബുകൾ പാലിക്കണം. സുഹൃത്തുക്കളെ, അപ്പൊ അത് മറ്റുള്ളവരെ വിളിക്കാനല്ല. നമ്മൾ ഖുറാത്തങ്ങളോട് പറയാ, എന്ത് ഇത് അങ്ങളിവിടെ നാളെ വയലുണ്ട്, നിങ്ങളൊരു വയലുണ്ട് എന്നല്ലോ ഒന്ന് അനൗൺസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അതൊരു അദബുകേടല്ലേ? നേരെ മറിച്ച് ഞാൻ എന്റെ ശിഷ്യനെ വിളിച്ചിട്ട് നീ ഒരു അനൗൺസ് ചെയ്യണമെന്ന് പറഞ്ഞാലോ അതിന് അദബുകേടില്ല. കാരണം സംഗതി നല്ല തന്നെയല്ലേ, വിവരം അറിയിക്കലല്ലേ, നാളെ വയലുണ്ട് എന്നുള്ള വിവരം അറിയിക്കലല്ലേ, തങ്ങൾക്കും കിട്ടൂലേ കൂലി എന്നിട്ട് പറ്റും. ഓരോന്നിനും ഓരോ കണക്കില്ലേ, ഓരോരുത്തർക്ക് അർഹതപ്പെട്ട സ്ഥാനം കൊടുക്കണ്ടേ? അപ്പൊ ടെലിഫോണിൽ നമ്മൾക്ക് ഫോൺ വരുന്നുണ്ട് എന്നുള്ള വിവരം അറിയിക്കാൻ വേണ്ടി ഉപയോഗിക്കേണ്ട സംഗതിയാണോ ഖുനൂത്ത്? അതിനുവേണ്ടി ഉപയോഗിക്കേണ്ടതാണോ ഖുർആൻ? ഖുർആനിന്റെ മഹത്വം അനുസരിച്ച് ഓതേണ്ടതും കേൾക്കേണ്ടതും ശ്രദ്ധിച്ച് കേൾക്കേണ്ടതുമാണ്. ഖുർആൻ എഴുതിയിട്ട് ആ എഴുതിയത് കലക്കി കുടിച്ച ആ രോഗം മാറുകയാണ്. അത്ര വലിയ ബഹുമാനമുള്ളതാണ് ഖുർആൻ. ഖുർആൻ ഓതി മന്ത്രിക്കുമ്പോ വിഷമിറങ്ങിപ്പോവാണ്. അത്ര വലിയ ബഹുമാനമുള്ളതാണ് ഖുർആൻ. അതുകൊണ്ട് ഖുർആനിനോട് അദബ് കേട് വരാൻ പാടില്ല. ഖുർആൻ ശ്രദ്ധിച്ച് കേൾക്കുന്നവന് ദുനിയാവിലുള്ള മുസീബത്തുകൾ അല്ലാഹു തടുക്കുന്നതാണ്. എങ്കിൽ പിന്നെ ഓതുന്നവന്റെ കാര്യം പറയണോ? വയദ്ഫഉ അൻ ഖാരിൽ ഖുർആനി ബൽ വല്ലാഖിറ. ഖുർആൻ ഓതുന്നവന് ആഖിറത്തിന്റെ വിഷമം തന്നെ അല്ലാഹു തടുക്കുന്നതാണ്. ഖുർആൻ പാരായണം ചെയ്യുന്നവന് ആഖിറത്തിന്റെ പരീക്ഷണം തന്നെ അല്ലാഹു തടുക്കുന്നതാണ്. വലിൽ മുസ്തമീ ആയതൻ മിൻ കിതാബിൻ വലിൽ മുസ്തമീ ആയതൻ മിൻ കിതാബിൻ. ഓ സഹോദരന്മാരെ, അതാ പരിശുദ്ധ ഖുർആൻ. വലൽ മുസ്തമിഉ ആയതൻ മിൻ കിതാബിൻ, ഖുർആനിൽ നിന്ന് ഒരായത്തെങ്കിലും ശ്രദ്ധിച്ച് കേൾക്കുന്നവൻ അഫ്ളലു മിൻ കൻസിൻ ദഹബാ, അത് സ്വർണത്തിന്റെ ഒരു നിധിയേക്കാൾ ശ്രേഷ്ഠമായത് കിട്ടുന്നവനാണ്. അതേ വലിൽ ഖാരി ആയതൻ മിൻ കിതാബില്ലാഹ്, അല്ലാഹുവിന്റെ ഗ്രന്ഥങ്ങളിൽ നിന്നൊരായത്തോതുന്നവൻ അഫ്ളലു മിമ്മാ തഹതൽ അർശില സറാബ്. വലൽ ഖാരിഉ ആയതൻ മിൻ കിതാബില്ലാഹ്, അല്ലാഹുവിന്റെ കിതാബിൽ നിന്ന് ഒരായത്ത് ഓതുന്നവൻ അവൻ ഈ ഭൂമിയിൽ അർശിന്റെ ചുവട്, അതേ ഭൂമിയുടെ താഴെ വരെയുള്ള എല്ലാ വസ്തുക്കളെക്കാളും ശ്രേഷ്ഠമായവനാണ്, ശ്രേഷ്ഠമായത് ചെയ്യുന്നവനാണ്. പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട് ഖുർആൻ പഠിക്കാനും മനഃപ്പാഠമാക്കാനും ഖുർആനിന്റെ ആശയങ്ങൾ ഗ്രഹിക്കാനും ധാരാളം സന്ദർഭങ്ങളുണ്ടാകണം, വേദികളുണ്ടാകണം. അതിനുള്ളതാണ് നമ്മുടെ മദനി അറബിക് കോളേജും ദഅവാ കോളേജും, നമ്മുടെ ഖുർആൻ മനഃപ്പാഠമാക്കുന്ന കോളേജും, നമ്മുടെ ദീനീ സ്ഥാപനങ്ങളൊക്കെ. അതെല്ലാം അല്ലാഹു ഇനിയും ധാരാളം അല്ലാഹുവിന്റെ ദീനിന് ഉപകാരം ചെയ്യുന്ന, ഉപകാരം ലഭിക്കുന്ന സ്ഥാപനങ്ങളായി ഉയർത്തി വളർത്തിത്തരട്ടെ. ഞാനിപ്പോൾ ദീർഘമായി സംസാരിക്കുന്നില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരന്മാരെ, അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ നമ്മെ ഏറ്റവും കൂടുതലായി ഉപദേശിച്ചിട്ടുള്ളത് നമ്മുടെ മനസ്സ് നന്നാക്കാനാണ്. മനസ്സ് നന്നാകാൻ ഏറ്റവും അനിവാര്യമായത് അല്ലാഹുവിലുള്ള ഉറച്ച വിശ്വാസമാണ്, അല്ലാഹുവിനോടുള്ള സ്നേഹമാണ്. അല്ലാഹുവിന്റെ കൽപ്പനകൾ അംഗീകരിച്ച് അല്ലാഹു വിരോധിച്ചത് കൈയൊഴിച്ചുകൊണ്ടുള്ള തഖ്വയുടെ ബോധമാണ്. ആ ബോധമുണ്ടാകണമെങ്കിൽ വിശ്വാസം ക്ലിയറാകണം. വിശ്വാസം ക്ലിയറാകണമെങ്കിൽ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് എന്താണോ, അവിടുത്തെ സഹാബത്ത് പഠിപ്പിച്ചത് എന്താണോ, ആ സഹാബത്തിൽ നിന്ന് ഇൽമു പഠിച്ച താബിഈങ്ങളും തബഉ താബിഈങ്ങളുമായ ആദ്യ നൂറ്റാണ്ടിൽ ജീവിച്ച മഹാന്മാരായ ഇമാമീങ്ങൾ പഠിപ്പിച്ചത് എന്താണോ,
അവരിൽ നിന്ന് ഗ്രഹിച്ച ആ 2-3 നൂറ്റാണ്ടുകളിൽ ജീവിച്ച ഇമാം അബൂ ഹനീഫ, ഇമാം മാലിക്, ഇമാം ശാഫിഈ, ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹും തുടങ്ങിയ പണ്ഡിതന്മാർ, സാലിഹീങ്ങൾ, അയിമ്മത്ത്, മുജ്തഹിദുകൾ അവര് പഠിപ്പിച്ചതനുസരിച്ച്, അവര് നമുക്ക് കാണിച്ചു തന്നതനുസരിച്ച്, അവരുടെ പിൻഗാമികളായ പണ്ഡിതന്മാർ അങ്ങനെ തുടർന്ന് മഹാനായ മർഹൂം താജുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് വരെ നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാരും സാദാത്തുക്കളും നമുക്ക് കാണിച്ചു തന്ന വഴി ഏതാണോ ആ വഴി ഖുർആൻ പറഞ്ഞ സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ, പിഴച്ചവരുടെ വഴിയല്ല, പടച്ചവൻ കോപിച്ചവരുടെ വഴിയല്ല, മറിച്ച് മുൻഗാമികളായ മഹാന്മാരുടെ വഴി. അതല്ലേ സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്നത്. ആ സുന്നത്ത് ജമാഅത്ത് പിന്തുടർന്നുകൊണ്ട് ഒരു പുതിയ ആശയത്തിലേക്കും പോകാതെ സുന്നത്ത് ജമാഅത്ത് മുറുകെ പിടിച്ച് ജീവിക്കുമ്പോഴേ ഖുർആൻ അവലംബിക്കുന്നവരാകൂ, ഖുർആൻ പഠിപ്പിച്ചതുപോലെ ജീവിക്കുന്നവരാകൂ. ഖുർആനിന് എന്തെല്ലാം വ്യാഖ്യാനങ്ങളുണ്ടോ, ഖുർആനിൽ നിന്ന് ഏതെല്ലാം നിയമങ്ങൾ കണ്ടെത്താൻ കഴിയുമോ അതെല്ലാം ആ മഹാന്മാരായ ഇമാമിങ്ങൾ കണ്ടെത്തി പിൻതലമുറക്ക് കൈമാറിയിട്ടുണ്ട്. അതിൽ അവർ യാതൊരു കുറവും വരുത്തിയിട്ടില്ല. എല്ലാവരും എഴുന്നേറ്റ് 3 സലാത്തുകളുണ്ട്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം. പ്രായമുള്ളവരും സയ്യിദന്മാരും ആലിമീങ്ങളും ഒന്നും നിന്ന് വിഷമിക്കണമെന്നില്ല, ഇരിക്കുന്നതിന് കുഴപ്പമില്ല, ചെറുപ്പക്കാർക്ക് കുറച്ച് നിൽക്കുന്നതിനും കുഴപ്പമില്ല. ഓ സഹോദരന്മാരെ, അതാ പരിശുദ്ധ ഖുർആൻ, അതിന്റെ വെളിച്ചം ലഭിച്ചവരാണ് മഹാന്മാരായ സഹാബത്ത്. ഇരുന്നോളൂ, ആ സഹാബത്തിൽ ഇൽമു പഠിച്ച താബീങ്ങളും തബഉ താബീങ്ങളും ആ ഖുർആനിന്റെ ഇൽമു നന്നായി മനസ്സിലാക്കിയ പണ്ഡിതന്മാരും വതിൽകൽ അംസാലു നദ്രിബുഹാ ലിന്നാസി വമാ യഖിലുഹാ ഇല്ലൽ ആലിമൂൻ. ഖുർആൻ പറയുന്ന മോഡലുകൾ അതാ പ്രഗൽഭരായ പ്രശസ്തരായ അതേ അതിനിപുണന്മാരായ അതേ മഹാന്മാരായ പണ്ഡിതന്മാരായ ഇമാമുകൾക്കേ മനസ്സിലാകൂ. അത് ഖുർആൻ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. വമാ യഖിലുഹാ ഇല്ലൽ ആലിമൂൻ. അത് അത്തരം മഹാന്മാർക്കേ മനസ്സിലാകൂ. ആ മഹാന്മാരായ ഇമാമിങ്ങൾ പഠിപ്പിച്ചതനുസരിച്ച് നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാര് മുഖേന കൈമാറി വന്നിട്ടുള്ള ദീൻ, അതാണ് പരിശുദ്ധ ഇസ്ലാം. അതിനാണ് സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്നത്. അത് മുറുകെ പിടിച്ച് നമ്മൾ ജീവിക്കണം. അത് കൈയൊഴിച്ചാൽ അവന് പിന്നെ ഈമാനില്ല, അവന് ഇസ്ലാമില്ല, അവനെ ശൈത്താൻ കൊണ്ടുപോയി നരകത്തിലെത്തിക്കാതിരിക്കൂല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാസുൽ ലാ യഗില്ലു അലൈഹിന്ന ഖൽബു മുസ്ലിം, ഒരു മുസ്ലിമിന്റെ മനസ്സ് ചതിയിൽപ്പെടാതിരിക്കാൻ 3 കാര്യം വേണം. ഒന്ന്, ഇഖ്ലാസുൽ അമലി ലില്ലാഹ്, അല്ലാഹുവിന്റെ പൊരുത്തം മാത്രം കരുതി പ്രവർത്തിക്കുകയും സംസാരിക്കുകയും വേണം. വന്നസീഹത്തു ലിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങൾക്ക് നന്മ ഉദ്ദേശിച്ചുകൊണ്ട് കാര്യങ്ങൾ നീക്കണം.
വലസൂമു ജമാഅത്തിഹിം, മുസ്ലിമീങ്ങളുടെ സുന്നത്ത് ജമാഅത്ത് മുറുകെ പിടിച്ച് ജീവിക്കണം. ഫഇന്ന ദഅവതഹും തുഹീതു മിൻ വറാഇഹിം, സുന്നത്ത് ജമാഅത്ത് മുറുകെ പിടിച്ച് ജീവിക്കുന്നവർ അവരെ തകർക്കാനോ അവരെ തെറ്റിദ്ധരിപ്പിക്കാനോ അവരെ നശിപ്പിക്കാനോ ആര് എന്ത് കുതന്ത്രങ്ങൾ കൊണ്ടുവന്നാലും, ആര് ഏത് ആരോപണങ്ങൾ പറഞ്ഞാലും, ആര് എന്ത് ആശയങ്ങൾ പറഞ്ഞാലും, ഏത് ചാനലുകളും പത്രങ്ങളും എന്ത് തന്നെ പറഞ്ഞു വിട്ടാലും ഫൈന ദഅവതുഹും തുഹീതു മിൻ വറാഇഹിം, അവർക്ക് നാല് ഭാഗത്തും ആ സുന്നത്ത് ജമാഅത്തിന്റെ മുഅ്മിനീങ്ങളുടെ, സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങളുടെ, സുന്നത്ത് ജമാഅത്തിന്റെ സാദാത്തുക്കളുടെ, സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസികളുടെ ദുആ, അവരുടെ ദുആ അത് മുറുകെ പിടിച്ച് ജീവിക്കുന്നവർക്ക് പ്രൊട്ടക്ഷനാണ്. അവർക്ക് നാല് ഭാഗത്തും കാവലാണ്. ഓ സുഹൃത്തുക്കളെ, അതുകൊണ്ട് സുന്നത്ത് ജമാഅത്ത് മുറുകെ പിടിച്ച് ജീവിക്കണമെന്ന് മാത്രം ഈ സമയത്ത് ഉണർത്തി ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. ഇൻഷാ അല്ലാഹ് 22-ാം തീയതി നമുക്കിവിടെ വഅദ് പറയാനുണ്ട്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അന്ന് നമുക്ക് ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. ഇപ്പോൾ ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. എന്റെ സഹോദരിമാർക്ക് വേണ്ടി ഒരു ചെറിയ ചരിത്രം പറയുന്നു. സുഹൃത്തുക്കളെ, ഒരു കപ്പൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ കപ്പൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ ഇമാം ഇസ്മാഈൽ റളിയല്ലാഹു അൻഹു അതിൽ യാത്ര ചെയ്യാൻ കഅബത്തിന്റെ അടുക്കിലേക്ക് ഹജ്ജ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഷാമിൽ വഴിയായിട്ട് ഇങ്ങനെ പോവാണ്. അപ്പോഴതാ സുഹൃത്തുക്കളെ, ഷാമ് വഴിയായിട്ട് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കപ്പലിലല്ല, യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹജ്ജിന് വേണ്ടി യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ ഒരു സിംഹം അല്ലെങ്കിൽ ഒരു പുലി നേരെ മുന്നിൽ വന്നവിടെ യാത്ര പോകുന്ന സംഘം മുഴുവനും പേടിച്ചു പോയി, പോകാൻ പറ്റുന്നില്ല. അല്ലാത്ത വലിപ്പമുള്ളൊരു പുലി, ആർക്കും അടുക്കാൻ കഴിയുന്നില്ല. ഞാൻ എന്റെ തൊട്ടടുത്ത് ഒരാളുണ്ട്. അയാളോട് ഞാൻ ചോദിച്ചു, ധൈര്യമുള്ള ഒരൊറ്റ ആൺകുട്ടികളും ഇല്ലേ ഒരു ബാളും എടുത്തിട്ട് ഇറങ്ങിയിട്ട് ഈ പുലിനെ എന്തൊക്കെ ഒന്ന് ചെയ്യാൻ എന്ന് ഞാൻ ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, ബാളും കൊണ്ടുപോയിട്ട് ശരിയാക്കാനൊന്നും ആൺകുട്ടികൾ ആരുമില്ല, ഒരു പെൺകുട്ടി ഉണ്ട് എന്ന് പറഞ്ഞു. ഒരു പെൺകുട്ടി ഉണ്ട് എന്ന് പറഞ്ഞു. അതാരാന്ന് ചോദിച്ചാൽ എന്റെ മോളാണ്. എന്റെ മോളുണ്ട് ഈ വാഹന സംഘത്തിൽ. അവൾക്ക് പുലിയൊരു പ്രശ്നമില്ല. അപ്പൊ എന്നാ പിന്നെ പോവുക, നമ്മൾ അവളോട് പറയാന്ന്. അങ്ങനെ അവളെ സമീപത്തേക്ക് ഞാനും അദ്ദേഹവും കൂടി ചെന്ന്, അവളൊരു കൂടാരത്തിന്റെ ഉള്ളിൽ ആരും കാണാതെ അങ്ങനെ ഇരിക്കുകയാണ്. ഇവിടെ സ്ത്രീകൾ ഇങ്ങനെ ഒരു കൂടാരത്തിന്റെ ഉള്ളിൽ ആരും കാണാണ്ടിരിക്കുകയാണ്. ഈ പുറത്തുകൂടി ഇങ്ങനെ നടക്കുന്നത് നല്ല ഏർപ്പാടല്ല. ഞാൻ പ്രത്യേകിച്ചും പറയാണ്, സയ്യിദ് മുഹമ്മദ് ഷരീഫുൽ മദനി തങ്ങളെ ഖബർ സിയാറത്തിന് വെച്ചിട്ട് ഒരു മുസ്ലിയാർ വന്നാൽ അവിടെ ഒക്കെ അങ്ങനെ പെണ്ണുങ്ങൾ ഇങ്ങനെ ആണുങ്ങളെ കൂടെ ഇങ്ങനെ കലർന്നുകൊണ്ടിരിക്കുന്ന ഏർപ്പാട് നിർത്തിക്കളയണം. സ്ത്രീകൾ വേറെ തന്നെ ഒരു സ്ഥലം, പുരുഷന്മാര് വേറെ തന്നെ, ആണും പെണ്ണും കലർന്നുകൊണ്ടല്ല സിയാറത്ത് ചെയ്യേണ്ടത്. മദീനയിൽ സിയാറത്ത് ചെയ്തില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ? സ്ത്രീകൾക്ക് പ്രത്യേകം സൗകര്യമല്ലേ? അങ്ങനെയാണ് എല്ലാ സ്ഥലത്തും വേണ്ടത്, എല്ലാ മഖ്ബറയിലും അങ്ങനെയാണ് വേണ്ടത്. സഹോദരന്മാരെ, അപ്പോ ഈ സ്ത്രീ ഒരു കൂടാരത്തിന്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇവരുടെ മകളല്ലേ, കൂടാരത്തിന്റെ ഇപ്പുറത്ത് പോയി നിന്നിട്ട് ബാപ്പ വിളിച്ച്, യാ ബുനയ്യ, എന്റെ കുഞ്ഞുമോളെ, ഇൻസിലി, നീ ഇറങ്ങൂ, ഫറുദീ അന്ന ഹാദൽ അസദ്, ഞങ്ങളിൽ നിന്ന് ഈ പുലിയെ നീ ഒന്ന് മാറ്റിത്തരൂ. അപ്പൊ ഈ പെൺകുട്ടി ബാപ്പാനോട് അതിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് ചോദിക്കുന്നു, യാ അബത്തി അയതീബു ഖൽബുക അൻ യൻദുറ ഇലയ്യൽ അസദ് വഹുവ ദക്കറുൻ വഅന ഉൻസാ, ഞാനൊരു പെൺകുട്ടിയല്ലേ, ആ പുലി ഒരാണല്ലേ, ആണായ പുലി പെണ്ണായ എന്നെ കാണുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ ബാപ്പ? ഞാനൊരു സ്ത്രീയല്ലേ, സ്ത്രീയായ എന്നെ ആണായ പുലി അതെന്നെ കാണുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ? ഞാനത് ഇഷ്ടപ്പെടൂല.
സ്ത്രീകളെ അങ്ങനെയാ വേണ്ടത്. ഒരന്യപുരുഷൻ കാണാനുള്ള വകുപ്പുണ്ടാക്കാതെയാണ് ജീവിക്കേണ്ടത്. എന്നിട്ട് ആ സ്ത്രീ പറഞ്ഞു, വലാകിൻ യാ അബതി, പക്ഷേ എന്റെ പിതാവേ, ഖുല്ലിൽ അസദ്, ആ പുലിയോട് അല്ലെങ്കിൽ സിംഹത്തോട് നിങ്ങൾ പോയി പറയൂ, ഇബ്നതി ഫാത്തിമ, എന്റെ മകൾ ഫാത്തിമ തഖറഉക സലാം, നിനക്ക് സലാം പറഞ്ഞിട്ടുണ്ട്. വതുഖ്സിമു അലൈക്, നിന്നോട് സത്യം ചെയ്ത് പറഞ്ഞിട്ടുണ്ട്, ആണയിട്ട് പറഞ്ഞിട്ടുണ്ട്. ബില്ലദീ ലാ തഖുദുഹു സിനതും വലാ നൗം, ഉറക്കമോ തൂങ്ങി ഉറക്കമോ ബാധിക്കാത്ത, അതേ തൂങ്ങി ഉറക്കമോ ബാധിക്കാത്ത അല്ലാഹുവിനെ മുൻനിർത്തി സത്യം ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഇല്ലാമാ അദൽതൻ തരീഖൽ ഖൗം, ഈ പോകുന്ന ജനങ്ങളെ വഴിയിൽ നിന്ന് നീ മാറി നിന്നോളണം. സുബ്ഹാനല്ലാഹ്. ബാപ്പ പോയി ആ പുലിയോടതങ്ങ് വിളിച്ചു പറഞ്ഞു, എന്റെ മകൾ ഫാത്തിമ നിനക്ക് സലാം പറഞ്ഞിട്ടുണ്ട്. അതേ തൂങ്ങി ഉറക്കമോ ബാധിക്കാത്ത റബ്ബിനെ മുൻനിർത്തി സത്യം ചെയ്ത് മാറി നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞു തീരുമ്പോൾ പുലിയതാ മാറി നിൽക്കുന്നു. ഓ സഹോദരിമാരേ, ചെറിയ കുട്ടികൾ കുട്ടിക്കാലത്ത് ഓതി പഠിക്കുന്ന ഇർഷാദുൽ ഇബാദിൽ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഇമാം ഇസ്മാഈ തങ്ങളിൽ നിന്ന് ഈ സംഭവം എടുത്തുദ്ധരിച്ചിട്ടുണ്ട്. ഞാനിത് പറഞ്ഞു വന്നത്, സ്ത്രീകൾ പൂർണ്ണമായി അതാ പുരുഷന്മാരിൽ നിന്ന് മാറി നിൽക്കണം, പുരുഷന്മാരെ കാണാതിരിക്കണം, പുരുഷന്മാർക്ക് കാണാനുള്ള വകുപ്പില്ലാതിരിക്കണം. അതാണ് സാലിഹത്തായ സ്ത്രീകളുടെ സ്വഭാവം. പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് പഠനത്തിന്റെ ഫലം ലഭിക്കുന്നത്. പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല ആവശ്യമുള്ളത് പഠിക്കാനും പഠിച്ചത് പറയാനും പ്രചരിപ്പിക്കാനും എവിടെയും അതാ റബ്ബിന്റെ ദീൻ ഹഖായത് ബോധ്യപ്പെടുത്താനും അല്ലാഹു നമുക്കും ഇവിടെ ബിരുദമെടുത്ത് മുമ്പിറങ്ങിയ പണ്ഡിതന്മാർക്കും ഇന്നിറങ്ങുന്ന പണ്ഡിതന്മാർക്കും ഇനി ഇറങ്ങുന്ന പണ്ഡിതന്മാർക്കും നമ്മുടെ മുൻകാലത്ത് നമ്മിൽ നിന്ന് പഠിച്ചവർക്കും ഇനി പഠിക്കുന്നവർക്കും താജുൽ ഉലമയുടെ മുഴുവൻ ശിഷ്യന്മാർക്കും ശിഷ്യ പരമ്പരകൾക്കും നമുക്കും നമ്മുടെ ശിഷ്യ പരമ്പരകൾക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മഹാനായ താജുൽ ഉലമയുടെ നൂറുൽ ഉലമയുടെ നമ്മെ വിട്ടുപിരിഞ്ഞു പോയ സർവ പണ്ഡിതന്മാരുടെയും ഖബറിടങ്ങളിൽ അല്ലാഹു ദറജ വർദ്ധിപ്പിക്കട്ടെ. അവരെയും നമ്മളെയും നമ്മുടെ മുൻഗാമികളായ ഉമ്മ ബാപ്പമാരെയും നമ്മെ വിട്ടുപിരിഞ്ഞു പോയ എത്രയോ ജനങ്ങളുണ്ട്. ഈ സനദ് ദാന സമ്മേളനങ്ങളിൽ പഴയ കാലത്ത് വരുമ്പോൾ ഇവിടെ സ്റ്റേജിലുണ്ടായിരുന്ന പല ഉമറാക്കളും പലരും മരിച്ചു പോയിട്ടുണ്ട്. ജീവിച്ചിരിക്കുന്നവർക്കൊക്കെ അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നമുക്കും നൽകുമാറാകട്ടെ. അതുപോലെ എത്രയോ ആലിമീങ്ങളും സയ്യിദന്മാരും മരിച്ചു പോയിട്ടുണ്ട്, ഉസ്താദുമാർ മരിച്ചിട്ടുണ്ട്, മോമിനീങ്ങൾ മോമിനാത്തുകൾ മരിച്ചിട്ടുണ്ട്. അവരുടെ എല്ലാം ഖബറിൽ നീ ദറജനെ ഏറ്റിക്കൊടുക്കണം റഹ്മാനെ. മരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഈമാൻ സലാമത്താക്കി താജുൽ ഉലമ ചൊല്ലിയതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി സന്തോഷത്തോടെ ഞങ്ങളെ നീ മരിപ്പിക്കണേ റഹ്മാനേ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. പലരും ഇവിടെ വന്നപ്പോൾ നമ്മുടെ പ്രായം ചെന്ന ഒരു ഹജ്ജുമ്മയുണ്ട്, കുറെ അകലെ കർണാടക സ്റ്റേറ്റിൽ. എപ്പോഴും സിറാജുൽ ഹുദയിൽ വിളിക്കും, എന്റെ ഭാര്യനെ വിളിക്കും, ദ്വാരക്കാൻ വേണ്ടി പറയാൻ പറയും. ചെറിയ അസുഖമുണ്ട്, അല്ലാഹു തആല പൂർണ്ണമായ ആഫിയത്ത് നൽകട്ടെ. ആ ഹജ്ജുമ്മ സംഭാവന കൊടുത്തയച്ചു. വേറെ പലരും സ്വർണവും അതുപോലെ സംഭാവനകളും സിറാജുൽ ഹുദയിലേക്ക് തന്ന് ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല അവരുടെ എല്ലാം ഖൈറായ ഉദ്ദേശങ്ങൾ അല്ലാഹു നിറവേറ്റി കൊടുക്കട്ടെ. അല്ലാഹു തആല ആ സ്ഥാപനത്തിൽ തന്നൊരു ബർക്കത്താണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രസിഡന്റ്, ഇപ്പോഴത്തെ പ്രസിഡന്റ് ഈ സുലൈമാൻ ഉസ്താദ് അവർ അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. ഉസ്താദ് അവർ ഇന്നലെ സിറാജുൽ ഹുദയിൽ ഉസ്താദ് അവർക്ക് സ്വീകരണം ഉണ്ടായിരുന്നു. സിറാജുൽ ഹുദ 25 കൊല്ലമായി ഇനി സിൽവർ ജൂബിലി കൊണ്ടാടുകയാണ്.
സിൽവർ ജൂബിലി സമ്മേളനം 1.5 കൊല്ലം കഴിഞ്ഞിട്ടാണ്. അതായത് 2016 ഡിസംബർ 1, 2, 3, 4 ഇപ്പൊ തന്നെ മാൻപാടാക്കി വെച്ചോളി. അതിന്റെ പ്രഖ്യാപനമായിരുന്നു ഇന്നലെ. ആ പ്രഖ്യാപനത്തിന് ഞാൻ ചെറിയ പരിപാടിയായിട്ടാണ് നടത്തിയത്, എല്ലാരെയും ബുദ്ധിമുട്ടികളായിട്ട്. എന്നാലും ആ പരിപാടിയിൽ സ്വീകരണത്തിന് സുലൈമാൻ ഉസ്താദ് വന്നപ്പോ ഒരാളൊരു പവന് സിറാജുലേക്ക് നേർച്ചയാക്കി കൊടുത്തിട്ട് അതുകൊണ്ടാണ് ഉസ്താദ് വന്നത്. അങ്ങനെ സിറാജുൽ അല്ലാഹു തന്ന ഒരു വലിയ ബർക്കത്താണ്. എവിടെ ചെന്നാലും ഇങ്ങനെ നേർച്ച കിട്ടും. അതിന് അസൂയുള്ള ചിലരുണ്ട്. അള്ളാഹു അവരെ രോഗവും സിറാജുലിന്റെ ബർക്കത്തോട് മാറ്റിക്കൊടുക്കട്ടെ. ഒരു മാറാത്ത രോഗമാണത്. ഏതായിരുന്നാലും ഞാൻ പറഞ്ഞു വന്നത്, സിറാജുലിലേക്ക് നേർച്ച ചെയ്ത് പലരും നേർക്കാൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുത്തല അവർക്കൊക്കെയും ഫലം കൊടുക്കട്ടെ. ഇവിടെ നേർച്ചയാക്കുന്ന എത്രയോ ആളുകളുണ്ട്, അള്ളാഹു അവർക്കും ഫലം കൊടുക്കട്ടെ. അള്ളാഹു എല്ലാ മുഅ്മിനീങ്ങൾക്കും എല്ലാ ഖൈറും അള്ളാഹു തആല കൊടുക്കട്ടെ. അതുകൊണ്ട് അള്ളാഹു തആല ആഫിയത്ത് കൊടുക്കട്ടെ. അങ്ങനെ പലരും ദ്വാരക്കാൻ പറഞ്ഞ അള്ളാഹു തആല അവരുടെയും നമ്മുടെയും എല്ലാവരുടെയും എല്ലാ ഖൈറായ ഉദ്ദേശങ്ങളും അള്ളാഹു നിറവേറ്റി തരട്ടെ. രോഗമുള്ളവരുടെ രോഗങ്ങളെല്ലാം അള്ളാഹു സുഖപ്പെടുത്തി തരട്ടെ. എല്ലാ കള്ളക്കേസുകളും എല്ലാ ദുഷിച്ച ആളുകളുടെ ദുഷ്ചെയ്തികളും അള്ളാഹു അവരുടെ നെഞ്ഞിലേക്ക് തന്നെ തിരിച്ചു കൊടുക്കട്ടെ. സുഹൃത്തുക്കളെ, ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. എല്ലാവരും അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ഇഖ്ലാസോടെ പ്രവർത്തിക്കണം എന്ന് വസിയത്ത് ചെയ്യുന്നു. എല്ലാ സ്ഥലങ്ങളിലും SOSന്റെ SSFന്റെ ഒക്കെ പ്രവർത്തനങ്ങൾ നടത്തണമെന്നാണ്. നേരത്തെ ഇവിടെ കണ്യത്ത് ഉസ്താദിന്റെ മകൻ വന്ന് പ്രസംഗിച്ചപ്പോഴും പറഞ്ഞിട്ടുള്ളത്, 2 യതീം കുട്ടികൾക്ക്, പെൺകുട്ടികൾ ഭർത്താവിനെ കിട്ടാൻ വേണ്ടി ദ്വാരക്കണമെന്ന് പറഞ്ഞു. അള്ളാഹുവെ, എല്ലാ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അവിവാഹിതരായ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും നീ ഖൈറായ ഇണകളെ കൊടുക്കണം റഹ്മാനെ. വീടില്ലാത്തവർക്ക് വീട് നൽകണം റഹ്മാനെ. തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ നൽകണം റഹ്മാനെ. പഠിക്കുന്ന മുതഅല്ലിമീങ്ങൾക്ക് റബ്ബേ നീ നാഫിആയ ഇൽമിനെ ഏറ്റിത്തരണം റഹ്മാനെ. ഇവിടെ പിരിവിന്റെ സ്ഥലമല്ല, സിറാജുലേക്ക് നേർച്ച പൈസ തരികയാണ്. ഇവിടെ പിരിവെടുക്കല്ല. ആയിക്കോട്ടെ. സഹോദരിമാരെ, നിങ്ങളെല്ലാം ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്യുന്നു. അല്ലാഹുവേ, ഗർഭിണികളായ സഹോദരിമാർക്ക് നീ സുഖപ്രസവം നൽകണം റഹ്മാനെ. മക്കളില്ലാത്തവർക്ക് നീ ഖൈറായ മക്കളെ നൽകണം റഹ്മാനെ. അല്ലാഹുവേ, പഠിക്കുന്ന മുതഅല്ലിമീങ്ങൾക്ക് ഞങ്ങൾക്ക് നാഫിആയ ഇൽമിനെ ഏറ്റിത്തരണം റഹ്മാനെ. ഞങ്ങൾ ഒരുപാട് കുട്ടികൾ SSLC പരീക്ഷയും മറ്റ് പരീക്ഷകളും എഴുതിയവരുണ്ട്. അവർക്കൊക്കെ ഉന്നതമായ വിജയം നൽകണം റഹ്മാനെ. എല്ലാ കുട്ടികളുടെ പരീക്ഷകളിലും ഉന്നതമായ വിജയം നൽകണം റഹ്മാനെ. ഞങ്ങളുടെ ദീനീ പ്രവർത്തനങ്ങളെ സഹായിച്ചവർക്കും സഹായിക്കുന്നവർക്കും റബ്ബേ നീ സഹായം നൽകണം റഹ്മാനെ. നിന്റെ ദീനിന് വേണ്ടി കോടിക്കണക്കിന് ഉറുപ്പിക കടം വാങ്ങിയിട്ടുണ്ട്. ആ കടങ്ങളെല്ലാം നീ വീട്ടിത്തരണം റഹ്മാനെ. ഞങ്ങൾക്ക് വിറ്റ് പോകേണ്ടത് നല്ല വിലക്ക് വിൽക്കാനും വാങ്ങാൻ ഉദ്ദേശിച്ചത് എളുപ്പത്തിൽ വാങ്ങാനും നീ എളുപ്പം ചെയ്യണം റഹ്മാനെ. പടച്ച റബ്ബേ, ഹാർട്ടിന്റെ രോഗമുള്ളവർ, കിഡ്നിയുടെ രോഗമുള്ളവർ, ഈ ക്യാൻസറും പ്രഷറും ഷുഗറും അൾസറും ട്യൂമറും പല രോഗവുമുള്ളവർ, ചർമ്മരോഗവും മാനസിക വിഷമവുമുള്ളവർ, കണ്ണിനും കാതിനും ശരീരത്തിലെ പല അവയവങ്ങൾക്കും രോഗമുള്ളവർ, ഞങ്ങൾക്കും ചെറിയ ചെറിയ രോഗങ്ങളുള്ളവരുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം റഹ്മാനെ. പരിപൂർണ ആഫിയത്ത് നൽകണം റഹ്മാനെ. ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ ജീവിപ്പിക്കണം റഹ്മാനെ. അവസാനം കാമിലായ ഈമാനോടെ മരിപ്പിച്ച് സ്വാലിഹീങ്ങളെ കൂടെ ഒരുമിച്ച് കൂടാൻ ഭാഗ്യം തരണം റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. ഇവിടെ പിരിവെടുത്തതല്ല, സിറാജുലിലേക്ക് നേർച്ചയുള്ള പൈസ ഓരോരുത്തരെ ഏൽപ്പിച്ചതാണ്.
അതുകൊണ്ട് ഇവിടെ പിരിവാന്ന് വിചാരിച്ച ആരും പൈസ കൊണ്ടുവരണ്ട. അതിലേക്ക് തരുന്നവർക്ക് തരുന്നതിന് കുഴപ്പമില്ല, വേണേൽ ഞാൻ ഇരുന്നിട്ട് വാങ്ങിച്ചോളാം. നിങ്ങൾ ആരും സ്റ്റേജ് മേലേക്ക് കയറേണ്ട ആവശ്യമില്ല.